9 മലയാളം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവരവിടെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ചീട്ട് കളിക്കണ്ട, ഇത് ദോഷമാണ്, അതാണ് ഇതാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ആരും അതൊന്നും കേൾക്കത്തില്ല. ചീട്ടുകളി മാറി മൊബൈലിലായിട്ടുണ്ട്, ഇപ്പോഴങ്ങനെ ആയിട്ടുണ്ട്. അതിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ചീട്ടുകളി എന്ന് പറഞ്ഞിട്ട് ചീട്ടുകളിക്കാര് നാട്ടിലുള്ള ചുറ്റുവട്ടത്തുള്ള പൈതങ്ങള് ഇരുന്ന് ചീട്ട് കളിക്കുമ്പോൾ അത് കണ്ട് ചീട്ട് കളിക്കുക മീൻസ് ചീട്ടിനോടല്ല എനിക്ക് വൈരാഗ്യം. നല്ല പ്രായത്തിൽ അധ്വാനിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കാവുന്ന പ്രായം മുഴുവനും ഈ ചീട്ടുമായിട്ട് മല്ലിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് കണ്ടപ്പോഴുണ്ടായ ഭയങ്കര സങ്കടം. അതിന് ഞാൻ വേറെ ഒരു സ്വന്തമായിട്ട് ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിക്കുക. ശൈശവത്തിൽ നിന്ന് തുടങ്ങി, അതായത് പ്രസവിച്ച് വെച്ച ദിവസം മുതൽ അമ്മയുടെ അച്ഛന്റെ ഉത്തരവാദിത്തങ്ങളും അതിനെ ഒരുമാതിരി നന്നായിട്ട് വളർത്താൻ വേണ്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എല്ലാം പറയാൻ പറ്റില്ല, എല്ലാം പറഞ്ഞിടുവതില്ല ആരും എന്നറിയുക. ഒരു വിജ്ഞാനത്തെ പറ്റിയും വ്യാസൻ പറഞ്ഞത് ഭാഗവതത്തെ പറ്റിയ, ഭാഗവതം എന്ന വാക്ക് ഉച്ചരിക്കണമെങ്കിൽ ഞാൻ 100 ജന്മം ജനിക്കണം ഇനി. അങ്ങനെ വളർന്നിട്ട് ചെറിയ പ്രായത്തിൽ അച്ഛന്റെ അമ്മയുടെയും സ്നേഹം കരുതൽ ഇത് കൊടുക്കാൻ മറന്നിട്ട് കുറെ പണം ഉണ്ടാക്കി സമ്പാദിക്കുകയല്ല വേണ്ടത് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാല്യത്തിൽ ഈ ശൈശവത്തിൽ നിന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കാര്യങ്ങളുണ്ട്. അവിടെയും അച്ഛന്റെ അമ്മയുടെയും സ്നേഹത്തിനപ്പുറം സഹകരണം, അതിനും അപ്പുറം പരിരക്ഷ, അത് രക്ഷകർത്താവ് എന്നൊക്കെ പറയുന്നിടത്തൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതും തിരസ്കരിക്കരുത്, ഒരിക്കലും നിന്ദിക്കരുത്, കളിയാക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ 1-2 ഒന്ന് സ്പർശിച്ചിട്ടേ ഉള്ളൂ. കാരണം ധാരാളം പുസ്തകങ്ങളും ധാരാളം സാഹിത്യങ്ങളും ഒക്കെ അതിനെപ്പറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി എല്ലാ ദിശയും ഒന്ന് തൊട്ടുന്നേ ഉള്ളൂ. ഈ അധ്യാപികയാണല്ലോ. അതെ. അപ്പൊ അതെങ്ങനെയാണ് അതിന് ക്ലാസ്? അപ്പൊ അല്ല അനുഭവം വല്ലതും അങ്ങനെ ക്ലാസ്സിലൊക്കെ? അയ്യോ, അനുഭവം ഉണ്ടോന്നോ? ഈ അധ്യാപക ക്ലാസ് എടുക്കുന്നത് തന്നെ. എന്റെ അനുഭവത്തെ പറ്റിയൊക്കെ പറയാൻ നിന്നാൽ ഈ 1, 2, 4, 10 ദിവസം പോരെ മോനെ. ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ. എങ്കിലും അതൊരു സംശയങ്ങളൊക്കെ വരും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇതിനകത്ത് സംസാരിച്ചപ്പോഴല്ല, എപ്പോഴോ ഒന്ന് പറഞ്ഞു, എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും നിങ്ങളുടെ നാട്ടിലൊക്കെയുള്ള പെരുവാറ്റക്കാരനാണ്, അവിടെയൊക്കെയുള്ള ഒരു ഇത്തിരി പ്രായമുള്ള ടീച്ചേഴ്സിനോട് ഇങ്ങനെ ഒരാളെ അറിയുമോ ചോദിച്ചാൽ യു ക്യാൻ ഹിയർ ഇറ്റ്. എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എല്ലാ അധ്യാപകരും, എല്ലാ ടീച്ചർ ട്രെയിനീസും, എല്ലാ കുട്ടികളും ഇന്നും ഒരിക്കലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് എന്നോട് ആരോ ചോദിച്ചു, ടീച്ചർക്ക് ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളുള്ളതെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ 21ാമത്തെ വയസ്സിൽ കുറേ പിള്ളേരെ പഠിപ്പിച്ചിരുന്നു. അവരിലെ ഒരു 1-2 ബാച്ചിലെ പിള്ളേരെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡാൻസ് ചെയ്യണമെന്ന്. ഈശാഘോഷ ഡാൻസ് ഒന്നും അല്ല, നല്ല എന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള സ്റ്റേജും മറ്റു സാഹചര്യങ്ങളും സജ്ജമാക്കാൻ കഴിഞ്ഞാൽ. ഭരതനാട്യം, ക്ലാസിക്കൽ, കഥകളി, മിക്സ്ഡ്, കേരള നടനം ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ അടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ ഡയറിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. RC കൈമൾ, അമ്പലപ്പുഴക്കാരനാണ് ആക്ച്വലി, പക്ഷെ അവസാനം ഇപ്പൊ കൊല്ലത്തായിരുന്നു. അങ്ങനെ ബാല്യത്തെ പറ്റി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ പറയാനൊന്നും പറ്റില്ല. പക്ഷെ എങ്കിലും ബാല്യം അച്ഛനമ്മമാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു, എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് ആവശ്യപ്പെടുന്നു, അങ്ങനെ ഒരു കുറച്ച് സൂചന കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അഡോളസൻസ്, അത് പിന്നെ ഒന്നും പറയണ്ട, കൗമാരം. അത് കുരങ്ങിനോട് ഉപമിക്കാമെന്നൊക്കെ പറയുന്ന. അതായത് എന്തു പറഞ്ഞാലും എനിക്കറിയാം എന്റെ സ്വയമാണ്. അച്ഛനമ്മമാരെ പോലും വിമർശിക്കുക, അവർ പറഞ്ഞാൽ പോലും അതിനും അപ്പുറം ഒരു ഗ്രൂപ്പിനോട് മാത്രം ഇതാവുക, അതൊന്നും പിള്ളേരുടെ തെറ്റുകൊണ്ടല്ല. ശരീരത്തിലെ ഗ്ലാൻസ്, എൻസൈംസ് പ്രവർത്തിക്കുന്നത്, എല്ലാ അവയവങ്ങളും, എല്ലാ എൻസൈംസും എല്ലാം
ഏറ്റവും ഫലവത്തായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. ബുദ്ധിയാണെങ്കിലും വികാരമാണെങ്കിലും വിചാരമാണെങ്കിലും എല്ലാം. ആ സമയത്ത് അവരെ കൂട്ടുകാരായിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് കേട്ടു കൊടുക്കാനും അതിനൊന്ന് തലകുലുക്കി സമ്മതിച്ചു കൊടുക്കാനും, സാരമില്ല മോനെ, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മള് നോക്കിക്കൊള്ളാം എന്ന് ഒരു മോളെ വിളിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഈ പിള്ളേരൊന്നും ഇത്രയൊന്നും കുഴപ്പക്കാരായിട്ട് പോകത്തില്ല. അത് മഹാഹങ്കാരികളും കുഴപ്പക്കാരുമായിട്ടുള്ള പൈതങ്ങള് അല്ലെങ്കിൽ പെൺപിള്ളേര് ക്ലാസ്സിലിരിക്കുമ്പോഴും അവരുടെയും മുഖത്ത് നോക്കി ടീച്ചർ ഒന്ന് പുഞ്ചിരിച്ചാൽ, ഒരു ആശ്വാസം പോലൊന്ന് തലകുലുക്കി കാണിച്ചാൽ ആ പിള്ളേർ രീതിയായി പോകത്തില്ല. ഞാനിത് പരീക്ഷണത്തിൽ ചെയ്തതാണ്. പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ല, വന്നു പെട്ടത്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എന്റെ 21-ാം വയസ്സിൽ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്കൂളിലെ മഹാതെമ്മാടി ഒരു ചെറുക്കൻ. തെമ്മാടി എന്നുള്ള വാക്ക് പോരാ. അതുപോലെ പിന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴത്തെ അത് തെമ്മാടിന്ന് ഒന്ന് ലോകത്തുള്ള എല്ലാ വൃത്തികെട്ട ഇതും കൂടെ ചേർത്ത് വിളിച്ചാലും മതിയാവാത്തൊരു ചെറുക്കൻ. ഈ ആദ്യത്തെ ചെറുക്കന്റെ പേര് കെ തോമസ്. അവനൊരു ചേട്ടനോടുണ്ട്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാതെ പിള്ളേർക്ക് വീട്ടിൽ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. ഒടുവിൽ ഈ കെ തോമസ്, ഞാൻ വടിയെടുക്കാറില്ല, ഇത്രയും കാലമായിട്ടും ആകെ 1-2 പ്രാവശ്യം ഒരു ചെറുക്കനെ മാത്രം നന്നായിട്ട് തല്ലി. വൺ മിസ്റ്റർ ഷിഹാബുദ്ദീൻ. അവൻ പിന്നെ പള്ളിക്കുടുത്തി വന്നിട്ടുമില്ല. അന്ന് 1-2 ദിവസമൊക്കെ വന്നു, അടിച്ചതുമില്ല. പിന്നെ അവനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന് എന്തോ ഒരു സ്നേഹപ്രകടനമായിരുന്നു എന്നറിയാമോ. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്നെ വിളിച്ചിരുന്നു. തോമസിനെ കണ്ടിട്ടുണ്ടോ? തോമസിനെ കണ്ടിട്ടില്ല. തോമസിനെയൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവന്റെ പേര് ഷിഹാബുദ്ദീൻ. തോമസ് ആ കാലത്ത് ചെയ്തിരുന്നത്, എങ്ങനെയോ അവന് മാറ്റം തുടങ്ങി, നല്ല കുട്ടിയായി. ഞായറാഴ്ച രാവിലെ ആകുമ്പോ എന്റെ വീട്ടിൽ വരും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, തോമസേ, വീട്ടിലാരും ഒന്നും പറയത്തൊന്നുമില്ലേ? ഇല്ല ടീച്ചറെ, ഇനിയും ഞാൻ ഈ ഞായറാഴ്ചയൊക്കെ അവിടെ നിന്നാലേ പഴയ കൂട്ടുകാരുടെ കൂടെ കൂടി വീണ്ടും ഞാനങ്ങ് ചീത്തയായി പോകും. ഇന്ന് ടീച്ചർ പാടുപെട്ട് വെറുതെ ആകത്തില്ലേ? അവന്റെ ആ ചോദ്യവും പറച്ചിലും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാടും പെട്ടില്ലല്ലോ മോനെ, സന്തോഷമായിട്ടൊന്ന് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തായാലും ശരി, ഞാൻ ഇങ്ങനാവുമെന്ന് ടീച്ചർ പോലും വിചാരിച്ചാലല്ലോ. അത് ഇനി അവരുടെ കൂടെ നിന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും രാവിലെ എന്റെ വീട്ടിലെത്തും. ടിക്കറ്റ് എടുത്തോണ്ടൊന്നും അല്ല ട്രെയിനിന്, അത് വേറെ ആയിരുന്നു. ഒരിക്കലും ചുമ്മാ തമാശക്കെന്ന് ചോദിച്ചിട്ട്, ഇങ്ങനെ വരാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ തരാറുണ്ടോ? ഞാൻ ടിക്കറ്റ് ഒന്നും എടുക്കത്തില്ല ടീച്ചറെ. അത്ര ഒരു ഇതാണ്. അപ്പൊ ഇതിനിപ്പം ചോദിക്കാനുള്ള ടീച്ചറെ, പഴയ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അധ്യാപകർ തമ്മിൽ വ്യത്യാസം അങ്ങനെയുള്ള പറയാനുള്ള ടീച്ചർ ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വല്ലതൊക്കെ തുറന്നു പറഞ്ഞു പോകത്തില്ലയോ?